എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു പാൻട്രി ക്ലീനിങ് ആൻഡ് ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ പാൻട്രി എങ്ങനെ വൃത്തിയായിട്ട് കീപ്പ് ചെയ്യാം, എങ്ങനെ ഒരു വർക്കിംഗ് കണ്ടീഷനിൽ കീപ്പ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ്. നമ്മൾ പുറത്തുനിന്ന് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കുപ്പികളോ ബാസ്ക്കറ്റ്സുകളോ അങ്ങനത്തെ ഒന്നും വാങ്ങിക്കുന്നില്ല. കയ്യിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വൃത്തിയായിട്ട് നമുക്ക് ഏറ്റവും ഈസി ആക്സസബിൾ ആയിട്ട് ഒരു പാൻട്രി കീപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഒരു പാൻട്രിയിലോട്ട് ഒരു ഡീപ്പ് ക്ലീനിങ്ങിന് കയറിയിട്ട് ശരിക്കും പറഞ്ഞാൽ കുറേയേറെ നാളുകളായെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ക്ലീനിങ്ങും കുറച്ച് ഏറെ ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പം ഇപ്പം ഒരു മൂഡ് തോന്നി ഇപ്പം അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം നമ്മൾ ഈ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും കൂടെ പാൻട്രിയിൽ നിന്ന് എടുത്ത് കിച്ചൺ കൗണ്ടറിലോട്ട് കൊണ്ട് നിരത്തുന്നില്ല. രാത്രി ആയതുകൊണ്ട് തന്നെ മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണം എന്നാണ്. പക്ഷേ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പാൻട്രി ഒട്ട് വൃത്തിയാവത്തുമില്ല, കിച്ചൺ വൃത്തികേടാകുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത്തിരി സമയം കിട്ടുമ്പോൾ ഒരു 15-30 മിനിറ്റ് കിട്ടിയാലും നമുക്ക് ചെറിയ ചെറിയ ഏരിയാസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ പതുക്കെ അത് ക്ലീൻ ചെയ്തോളും. കുറച്ചേറെ ദിവസം എടുക്കുമെങ്കിലും പതുക്കെ നമുക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇപ്പം ഞാൻ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഏറ്റവും മുകളിലത്തെ തട്ടിൽ നമുക്ക് എപ്പോഴും എടുക്കേണ്ടാത്ത കുറച്ച് സാധനങ്ങളാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇപ്പം അമൂല്യമായിട്ടൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് പോലും അതെങ്ങനെ ഒരു ബോക്സ് അവിടെ ബാക്കിൽ ഇരിപ്പുണ്ടെന്ന് പോലും ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കുറച്ച് ക്യാൻഡിൽസും പിന്നെ നമ്മുടെ റൂം ഫ്രഷ്നറും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ കഴിവതും നമ്മുടെ സാധനങ്ങൾ ബാസ്ക്കറ്റ്സിലാക്കിയിട്ടൊന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ കുറേ നാൾ മുമ്പ് ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഒരു പാൻട്രി ഓർഗനൈസേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുള്ള ബാസ്ക്കറ്റ്സുകളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാം ഒരുപോലെയൊന്നും അല്ല നമ്മുടെ പാൻട്രിയിൽ ഇരിക്കുന്നത്, പക്ഷേ വൃത്തിയായിട്ടിരിക്കും. അതുപോലെ നമുക്കൊരു സാധനം നോക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണം. ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഞാൻ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സ്ക്രബ്സും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലോട്ടുള്ള തുടയ്ക്കുന്ന തുണികളും കിച്ചൺ ടവൽസും ഒക്കെ ഇതുപോലെ ബാസ്ക്കറ്റ്സിലാക്കിയാണ് വെക്കുന്നത്. അപ്പോൾ അതൊരു നമ്മുടെ സൈക്കിളിനൊക്കെ കാറ്റ് നിറയ്ക്കുന്ന ഒരു പമ്പാണ്. ഏതോ സമയത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഗ്രോസറിയുടെ കൂട്ടത്തിൽ കൊണ്ട് പാൻട്രിയുടെ ഏറ്റവും മുകളിലത്തെ തട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ഗരാജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിനീതിൻ്റെ കയ്യിലോട്ടൊന്ന് എടുത്തു കൊടുത്തതാണ്. പിന്നെ ഇത് കുറച്ച് നമ്മുടെ ടേബിൾ ക്ലോത്ത്സും ടേബിൾ റണ്ണറും ഒക്കെയാണ്. ഇതൊന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ല, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണല്ലോ നമ്മൾ മിക്കവാറും ഒക്കെ നമ്മുടെ ടേബിളിൽ ഇടുന്നത്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളെ ഏറ്റവും മുകളിലത്തെ തട്ടിൽ ബാക്കിലോട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാറ്. അപ്പോൾ അതൊന്നും നമുക്ക് എപ്പോഴും എടുക്കേണ്ട കാര്യങ്ങളല്ല. പിന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടറൊക്കെ തുടയ്ക്കുന്ന മൈക്രോ ഫൈബർ ക്ലോത്ത്, അതും ഞാനൊരു കുഞ്ഞു ബാസ്ക്കറ്റിലാക്കിയിട്ട് മേളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചണിൽ കൈയൊക്കെ തുടയ്ക്കാനായിട്ട് എടുക്കുന്ന തുണികളാണ്. അതിനെയും ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ ബാസ്ക്കറ്റിൽ കിച്ചൺ സ്ക്രബും പാത്രം കഴുകുന്ന ക്ലീനിങ് സാധനങ്ങളെല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുള്ള ഒരു ബാസ്ക്കറ്റുമാണ്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൽ നമ്മൾ സാധനങ്ങൾ ഇട്ട് വെക്കുമ്പം നമ്മൾ പല സാധനങ്ങൾ നിരത്തി വെക്കുന്നതിന് പകരം ഒരു ബാസ്ക്കറ്റിൽ ഇരിക്കുമ്പം അതൊരു യൂണിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ഐറ്റം ആയിട്ടായിരിക്കും നമ്മുടെ കണ്ണിൽ കാണുന്നത്. അപ്പം അത് കുറച്ചും കൂടി നമ്മുടെ പാൻട്രി ആയാലും ഒരു ഷെൽഫ് ആയാലും ഡ്രോയർ ആയാലും ഒക്കെ വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് ബാസ്ക്കറ്റിലാക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വലിയ പാക്കറ്റ്സ്. അപ്പോൾ പാക്കറ്റ്സ് എപ്പോഴും കണ്ണിന് ക്ലട്ടറാണ്. അപ്പോൾ അതിനെ നമ്മളൊരു കുപ്പിയിലാക്കുമ്പം അത് കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും. ഇത് നമ്മുടെ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച കോക്കനട്ട് ഷ്രെഡ്സ് ആണ്, ഉണങ്ങിയ തേങ്ങാപ്പീരയാണ്. അപ്പോൾ അത് വലിയ 2-2.5 കിലോയുടെ പാക്കറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഒത്തിരി വലിയ പാക്കറ്റും ആണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നി കൂടുതൽ കുപ്പിയിലിട്ട് വെക്കേണ്ടി വന്നാൽ പോലും നമ്മുടെ പാൻട്രി കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കുന്നത് ഈ പാക്കറ്റ്സിൽ നിന്ന് നമ്മൾ കുപ്പിയിലോട്ട് മാറ്റുമ്പോഴാണ്. ഒരുപാട് കളർഫുൾ ബാഗുകളും റൈറ്റിങ്ങും ഒക്കെ ഒന്ന് മാറുമ്പോൾ തന്നെ നമ്മുടെ വിഷ്വൽ ക്ലട്ടർ കുറച്ചൊന്ന് മാറിക്കിട്ടും. അതുപോലെ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ കഴിവതും ഏറ്റവും മുകളിലത്തെ തട്ടിൽ നിന്ന് താഴോട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്തെങ്കിലും പൊടി അഴുക്കും ഒക്കെ വീഴുന്നതാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതൊരു മിൽക്ക് ഫ്രോദർ 2-3 വർഷം മുമ്പ് വാങ്ങിച്ചതിന്റെ ഒരു പാക്കറ്റാണ്. അത് സൂക്ഷിച്ച് വെച്ചതാണ്. ഇതുപോലെ ഒരു ആവശ്യവുമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ കണ്ണിൽ പെടാതെ മാറിയിരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു. പിന്നെ നമ്മുടെ ഈ ബാസ്ക്കറ്റ്സ് ഒക്കെ മോസ്റ്റ്ലി ഡോളർ സ്റ്റോർ, ഡോളറാമയെന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം പല സമയത്ത് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ടാണ് പല കളറിലും പല സൈസിലും ഒക്കെ ആയി പോയത്. അപ്പം ഇത് ഒരു ചെറിയ ബാസ്ക്കറ്റ്, അതുപോലെ തന്നെ ദാണ്ടിപ്പം ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ്, ഇത് രണ്ടും നമ്മുടെ സ്നാക്സ് ഇട്ട് വെക്കാനായിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ബിസ്ക്കറ്റ് ആയാലൊക്കെ ഒന്ന് പൊട്ടിച്ച് കഴിയുമ്പം അടപ്പുള്ള ആ ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്തോട്ട് ഇട്ട് വെക്കും. അതല്ലാത്തതൊക്കെ നമ്മുടെ ഈ ഒരു
ബാസ്ക്കറ്റിനകത്തോട്ടും ഇട്ട് വെക്കും. അപ്പം നമുക്ക് പിള്ളേർക്കൊക്കെ ആണെങ്കിലും എടുക്കാൻ എളുപ്പമുണ്ട്. പിന്നെ പൊട്ടിച്ചതാവുമ്പോൾ അടച്ചു വെച്ചാൽ അങ്ങനെ കാറ്റോ കാര്യങ്ങളോ ഒന്നും കയറാതിരിക്കാനും ഒക്കെ ആയിട്ടൊന്ന് അടച്ചു വെക്കും. പിന്നെ പൊട്ടിച്ചതിനകത്തുനിന്ന് പൊടിയും കാര്യങ്ങളും ഒന്നും താഴോട്ട് വീഴാതിരിക്കാനും ഇതുപോലെ അടച്ച ഒരു ബോക്സിനകത്ത് വെക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ നമ്മുടെ സ്നാക്ക് ഐറ്റംസ് വെക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ നട്ട്സും ഡേറ്റ്സും എല്ലാം നമ്മൾ കോസ്കോയിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ വലിയ പാക്കറ്റിൽ കിട്ടും. പക്ഷേ നമ്മൾ അതിനെ കൊണ്ടുവന്ന് പാക്കറ്റ്സിൽ വെക്കുമ്പോൾ ഇതുപോലെ റെഡ് കളറും ബ്ലൂ കളറും ഒക്കെ ആയിട്ട് നമ്മുടെ പാൻട്രി ഇങ്ങനെ വർണ്ണാഭമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നത് പോലെയുള്ളൊരു ഫീലായിരിക്കും. അതങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു കടയിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത് പോലെ നമ്മുടെ പാൻട്രിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ യൂസിനാണ്. അപ്പോൾ അത് ഏറ്റവും വൃത്തിയായിട്ടും നമ്മളത് സാധനങ്ങൾ അഴുക്കായി പോകാണ്ടിരിക്കാനായിട്ടാണ് കുപ്പിയിലോട്ടാക്കി വെക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇവർ നമ്മുടെ അൺസോൾട്ടഡ് കാഷ്യൂ നട്ട്സ് ഒക്കെ ഇതുപോലെ കുപ്പിയിലാക്കി കിട്ടുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചപ്പോൾ കിട്ടിയ കുറച്ചേറെ കുപ്പികളുണ്ട്. ഇപ്പോൾ അത് കൂടുതലും പാക്കറ്റ്സിലാണ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ അതിനെ പാക്കറ്റ്സിൽ നിന്ന് കൊണ്ടുവരുന്നതിനെ ഇതുപോലെ കുപ്പിയിലോട്ടാക്കി വെക്കും. പിന്നെ നമ്മൾ ഗ്രോസറി വാങ്ങിച്ചുകൊണ്ട് വരുന്ന വരവിൽ തന്നെ ചിലപ്പോൾ നമുക്കിതൊന്നും റീഫില്ല് ചെയ്ത് വെക്കാനുള്ള ഒരു ടൈമിംഗ് ഒന്നും അന്നേരം ചിലപ്പോൾ കിട്ടണം എന്നില്ല. അപ്പം നമ്മുടെ പാൻട്രിയിലോട്ട് അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെക്കും. പിന്നെ അത് റീഫില്ല് ചെയ്യാതെ, കാരണം തീരാണ്ട് റീഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് ആൽമണ്ട്സിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഒരു കുപ്പിയിൽ നിറച്ച് കഴിഞ്ഞ് പിന്നെ ഇത്തിരി ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമ്മുടെ തീരാനായ കുപ്പിയിലും കൂടി ഒന്ന് നിറച്ച് വെക്കണം. അപ്പോൾ ഈ ഒരു കുപ്പിയിലൊക്കെ നമ്മൾ ഈ ലേബിൾസും കാര്യങ്ങളും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്താൽ കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു മടി കാരണം ഞാൻ റിമൂവ് ചെയ്യാത്തതാണ്. നട്ട്സ് ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ഷെൽഫിലാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാറ്. പിന്നെ എക്സ്ട്രാ ഉള്ള സാധനങ്ങൾ കുപ്പിയിലുള്ളത് അതിൻ്റെ താഴത്തെ തട്ടിലും വെക്കും. അപ്പം നമുക്കത് തീരുന്നതനുസരിച്ചിട്ട് മുകളിലുള്ള കുപ്പിയിലോട്ട് റീഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു ഏരിയ അടുക്കി വെക്കുന്ന സമയത്ത് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കുക. നമ്മളിപ്പോൾ ഇന്ന ഏരിയയിൽ ഏത് സാധനങ്ങളാണ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്, അതുപോലെ ഏതൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് മാറ്റി മാറ്റി ബാസ്ക്കറ്റ്സിൽ വെക്കേണ്ടതെന്നൊന്ന് തീരുമാനിക്കുക. പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒരു പരീക്ഷണാർത്ഥം വാങ്ങിച്ച ഒരു ടീയുടെ ബോക്സ് ആയിരുന്നു. അപ്പോൾ അതിനകത്തൊരു 3-4 ടീയുടെ ബാഗുകൾ മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നമ്മുടെ അടുക്കളയിലെ കുപ്പിയിലിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് വിനീതിൻ്റെ കയ്യിലോട്ട് കൊടുത്തതാണ്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഞാൻ എൻ്റെ ഗ്രീൻ ടീ ഒക്കെ നമ്മുടെ ബോക്സസ് വെക്കുന്നത്. പിന്നെ അതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്ത് നമ്മുടെ കിച്ചണിലോട്ട് റീഫില്ല് ചെയ്യുകയാണ് ചെയ്യാറ്. പാൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റോറേജ് ഏരിയ ആണല്ലോ ബേസിക്കലി, നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും ഓരോ സാധനങ്ങളുടെ മുകളിൽ ഓരോ സാധനങ്ങളായിട്ട് വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങൾ വേസ്റ്റായി എക്സ്പയർഡ് ആയിട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അറേഞ്ച് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ബോട്ടം ആ ഒരു ഷെൽഫാണ്. കാരണം അവിടെയാണ് നമ്മൾ ഈ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പൊടി ഐറ്റംസ്, നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ പാക്കറ്റ്സിലായിട്ടിരിക്കുന്നുണ്ട്. അത് കണ്ടമാനം വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓരോന്നും ബാസ്ക്കറ്റിലാണ്. അപ്പോൾ ക്ലീനിങ് കുറച്ച് ഈസി ആയിരിക്കും. പക്ഷേ നമുക്കവിടെ എല്ലാം നല്ല അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഓവർ വെയിറ്റ് ഉള്ള സാധനങ്ങൾ, നമ്മുടെ ഷെൽഫിന് താങ്ങാൻ പറ്റാത്ത വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ നിലത്താണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ ചോറുണ്ടാക്കുന്ന അരിയാണ് ആ ഒരു കലത്തിലിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ആ വലിയ ബക്കറ്റിനകത്ത് നമ്മൾ ഗോതമ്പ് പൊടി അത് ആ പാക്കറ്റോടുകൂടി തന്നെ ഇറക്കി വെക്കാൻ പറ്റുന്നതുകൊണ്ടാണ് വലിയ ബക്കറ്റ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ചെറിയ 2 വൈറ്റ് ബക്കറ്റ്സ് നമുക്ക് പഞ്ചസാര ഇട്ട് വെക്കാനും പച്ചരി ഇട്ട് വെക്കാനും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ പാൻട്രിയിലുള്ള സാധനങ്ങൾ ഇറങ്ങിയപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഷെൽഫിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ താഴത്തെ തട്ടിൽ കുറേ സാധനങ്ങൾ നമ്മൾ ബാസ്ക്കറ്റ്സിലാക്കിയിട്ട് കുറേ പാക്കറ്റ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മളൊന്ന് റീഫില്ല് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് റീഫില്ല് ചെയ്യാതെ പാക്കറ്റ്സിലാക്കി വെച്ചിരുന്നതും നമ്മുടെ കടല തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കുപ്പികളിലാക്കി വെച്ചു. അതൊക്കെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന കുപ്പികളാണ്. അപ്പോൾ ആ കുപ്പികളും അവിടെ ഒഴിഞ്ഞിരിക്കുന്നു. പ്ലസ് ഈ പാക്കറ്റ്സും കൂടി ഇരിക്കുമ്പോൾ ഒന്നുകൂടി ക്ലട്ടർ അല്ലേ ആവുന്നത്. വാണിക്ക് ഇതുപോലത്തെ ക്ലീനിങ് ഓർഗനൈസേഷൻ പരിപാടികളൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ വാണിയുടെ പാസ്തയും മാക്ക് ആൻഡ് ചീസും ഒക്കെ ഇട്ട് വെച്ചിരുന്ന ബാസ്ക്കറ്റ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ അത് ഓരോന്ന് അറേഞ്ച് ചെയ്തനുസരിച്ചിട്ട് നമ്മുടെ പാൻട്രിയിലോട്ട് കൊണ്ടുവച്ചാൽ മതിയല്ലോ. നമ്മുടെ പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞിട്ട് മടക്കി വെക്കുന്ന സമയത്ത് ഇതുപോലെ മോൾ ഭാഗം ഒന്ന് മടക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബാഗുകൾ കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ മിക്കവാറും എളുപ്പത്തിന് നമ്മുടെ മുകളിലോട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് വെക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് പകരം എല്ലാ പ്ലാസ്റ്റിക് ബാഗുകളും ഇതുപോലെ വെക്കാൻ പറ്റണം എന്നില്ല. പക്ഷേ നമുക്ക് പറ്റുന്നത് ഇതുപോലെ ഒന്ന് ഒതുക്കി മടക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാസ്ക്കറ്റ്സിനകത്താണെങ്കിലും കുറച്ചും കൂടി വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരെണ്ണം പ്ലാസ്റ്റിക് ബാഗ് നമ്മുടെ ഉണ്ട ശർക്കര ഇരിക്കുന്ന പ്ലാസ്റ്റിക് ബാഗാണ്. അപ്പോൾ അതെനിക്ക് അങ്ങനെ മടക്കാൻ പറ്റുന്നില്ല. പക്ഷേ കഴിയുന്നിടത്തോളം നമ്മൾ ഒതുക്കി മടക്കി വെക്കുകയാണെങ്കിൽ ബാസ്ക്കറ്റ്സിൽ ഇരുന്നാൽ
എന്നാലും കുറച്ചും കൂടി വൃത്തിയായിട്ട് ഒതുങ്ങിയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിനകത്ത് മുഴുവനും എൻ്റെ പായസം റിലേറ്റഡ് ഐറ്റംസ് ആണ്. പല സമയത്ത് പല ബ്രാൻഡിൻ്റെ ശർക്കര, പാലട, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒതുക്കി ആ ഒരു ബാസ്ക്കറ്റിനാണ്. അപ്പോൾ നമുക്കൊരു പായസം ഉണ്ടാക്കുന്ന സമയത്തും പെട്ടെന്ന് ആ ഒരു ബാസ്ക്കറ്റിനകത്തു നിന്നുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പം നമ്മൾ ഏത് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു പാൻട്രിയുടെയും നമ്മുടെ ഒരു ഗ്രോസറി നീഡ്സും ഗ്രോസറി വാങ്ങിക്കുന്നതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. കുറേ വർഷങ്ങൾ മുമ്പ് ഞാൻ വാങ്ങിച്ച സെയിം ബാസ്ക്കറ്റ്സ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ മെജോറിറ്റി ഡോളറാമേന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. അതിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ബാസ്ക്കറ്റ്സുമാണ്. പക്ഷേ ഈ ബാസ്ക്കറ്റ്സ് ഒക്കെ ഞാൻ ഡോളർ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിനൊക്കെ $1.25 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇതിനകത്ത് സാധനങ്ങളൊന്നും ഓപ്പൺ ആക്കി ഇട്ട് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും ഓപ്പൺ ആക്കി ഇടുകയല്ലോ. നമ്മൾ ബേസിക്കലി അതിൻ്റെ ബാഗുകൾ അതിനകത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഓക്കെയാണ്. നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സാധനങ്ങൾ എങ്ങനെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ബാസ്ക്കറ്റ്സ് ഒക്കെ നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിനകത്ത് നമ്മുടെ പുട്ടുപൊടി, അരിപ്പൊടി, റവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കാത്തതും പൊട്ടിച്ചതും സെപ്പറേറ്റ് ആയിട്ട് 2 ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പൾസസ്, നമ്മുടെ പയറുവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കുന്നതും പൊട്ടിച്ചതും പൊട്ടിക്കാത്തതും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരി ഇതുപോലെ ഒരു വലിയ കലത്തിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അരി ബാഗായിട്ട് വാങ്ങിക്കുന്നത് യൂഷ്വലി ഈ മിസ്റ്റർ ഗൗഡ എന്ന് പറയുന്ന അരിയുടെ പാക്കറ്റാണ് ഫ്രഷ്കോയിൽ നിന്ന് വാങ്ങിക്കാറ്. അതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വോൾമാർട്ടിൽ നിന്നോ സൂപ്പർ സ്റ്റോറിൽ നിന്നോ അവൈലബിൾ ആയിട്ടുള്ളത് വാങ്ങിക്കുക ചെയ്യാറ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന നല്ല നല്ല ബാഗുകൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുമല്ലോ. അതിനെ ഞാൻ വലിയൊരു പച്ച ബാഗിനകത്തോട്ട് അങ്ങ് നിറച്ച് വെക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബാഗുകൾ ഓർഗനൈസ് ചെയ്യാൻ ഐക്കിയെന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബാഗുകൾ കട്ടിയില്ലാത്തതുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് നിറച്ച് വെക്കുകയും ചെയ്യാം. സൈഡിൽ കൂടെ ഓരോന്നായിട്ട് എടുക്കാനും നല്ല എളുപ്പമാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭിത്തിയിൽ നമുക്ക് ആണിയിൽ തൂക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുകയോ ഒക്കെ ചെയ്യാം. ബാഗുകൾ വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഭിത്തി അഴുക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ നിലത്ത് നമ്മുടെ ഷെൽഫിന്റെ താഴെയായിട്ടാണ് ഒതുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പാൻട്രിക്ക് അകത്തുള്ളൊരു ഏരിയ ആണിത്. ഇവിടെയാണ് ഞാൻ ഉള്ളി, നമ്മുടെ പൊട്ടറ്റോസ് ഒക്കെ വെക്കാറ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ കഥകളുള്ള ഒരു ഏരിയ ആണ് പാൻട്രിക്ക് അകത്ത് തന്നെ. ഇവിടെയാണ് നമ്മുടെ ചൂല്, അതുപോലെ തന്നെ കൗണ്ടറൊക്കെ തുടയ്ക്കുന്ന തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ ഹാങ് ചെയ്തിടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഉള്ളിത്തൊലിയും കാര്യങ്ങളും ഒക്കെ വീണിട്ടുണ്ട്. അതൊരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറിയ ഏരിയ ആണ്. അപ്പോൾ അവിടെ ഉള്ളിത്തൊലിയൊക്കെ വീണിരിക്കുന്നതൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് ഇനി അതിനെല്ലാം തിരിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെയും ഇതിനെക്കാട്ടി ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കാൻ കിട്ടും. ഐക്കിയയിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് നമ്മുടെ നാട്ടിലൊക്കെ വീട്ടിൽ ഉള്ളിയൊക്കെ കിച്ചണിൽ ഇതിനകത്തല്ലേ ഇട്ട് വെക്കാറ്. അപ്പം ഞങ്ങൾ ഇതിനെ അങ്ങനെ കൊണ്ടുവന്നതാണ്. ഇതെല്ലാം ഡിസ്മാൻഡിൽ ചെയ്ത് നമ്മുടെ പെട്ടിയിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നമ്മുടെ വലിയ കട്ടിയുള്ള പ്ലാസ്റ്റിക് ബാഗുകൾ നിരത്തിയിട്ടാണ് നമ്മൾ ഉള്ളിയാണെങ്കിലും പൊട്ടറ്റോ ആയാലും ഒക്കെ ഇട്ട് വെക്കാറ്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ബാസ്ക്കറ്റ് ഒട്ടും അഴുക്കാവത്തുമില്ല, എന്നാൽ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഉള്ളിത്തൊലിയൊക്കെ ഒരു പരിധി വരെ താഴോട്ട് വീഴാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. എന്നാലും ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വീഴും കേട്ടോ. എന്നാലും കുറച്ചുകൂടെ വൃത്തിയായിട്ട് നമ്മുടെ അതിൻ്റെ ആ ഒരു എന്തെങ്കിലും നനവോ കാര്യങ്ങളോ ഒക്കെ വന്നാലും നമ്മുടെ ബാസ്ക്കറ്റ് ഒന്നും അഴുക്കാവാണ്ട് പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് നടക്കണ്ടല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്കൊന്നും മാറ്റി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഗോതമ്പ് പൊടിയോ അരിയോ ഒക്കെ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകളുണ്ടല്ലോ, അത്യാവശ്യം കട്ടിയും ഉണ്ടാകും. അപ്പോൾ അത് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം. അങ്ങനത്തെ പാക്കറ്റുകൾക്ക് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇപ്രാവശ്യം ആശീർവാദിന്റെ എന്തോ ഗോതമ്പ് പൊടിയുടെ പാക്കറ്റ് ആയിരുന്നു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എല്ലാം വൈറ്റ് കളർ തന്നെ വരുമല്ലോ. അപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുകയും ചെയ്യും. നമ്മുടെ ബാസ്ക്കറ്റിനകത്ത് ഇത് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. താഴോട്ടൊന്നും അതിന്റെ വെള്ളമോ കാര്യങ്ങളോ അഴുക്കോ ഒന്നും വീഴാതിരിക്കാനായിട്ട് ഒരു പരിധി വരെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ചു വെച്ചു. ഇനിയിപ്പം അടിച്ചു വാരൽ പരിപാടിയാണ്. ഇത് നമ്മുടെ ലൈസോളിന്റെ വൈപ്സ് ആണ് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പം അതിന് ഒരു 4-5 എണ്ണം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ആണ്. അപ്പോൾ ഷെൽഫിലൊന്നും വെച്ചിട്ട് വെറുതെ അഴുക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് നിലത്തൊരു മൂലയ്ക്ക് ഒതുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ പ്ലാസ്റ്റിക് ബക്കറ്റ്സ് നമുക്ക് ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയി അവിടുന്ന് കുറേ ഐസ്ക്രീം കഴിച്ച് പിന്നെ വീട്ടിലോട്ടും കുറേ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അങ്ങനെ അവിടുന്ന് കുറേ സാധനം വാങ്ങിച്ച സമയത്ത് നമ്മുടെ ഫ്രണ്ടിന് അറിയായിരുന്നു അവിടുന്ന് അങ്ങനെ ബക്കറ്റ് കിട്ടും എന്നുള്ളത്. അങ്ങനെ അവിടെ ചോദിച്ച് അവിടുന്ന് കുറച്ച് ബക്കറ്റ്സ് തന്നു. നമ്മളത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്തെടുത്ത് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇതെല്ലാ ഷോപ്പിലും കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പണ്ട് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് ആരോ പോയി ചോദിച്ചു, അങ്ങനെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാടുള്ള സമയത്ത് ചിലപ്പോൾ തന്നതായിരിക്കാം. അതുപോലെ ചില ഷോപ്പുകാരൊക്കെ അതിന് വേണ്ടിയിട്ട് ഇനി പൈസ ചാർജ് ചെയ്യുമോ എന്നും അറിയില്ല. നമ്മുടെ ഫ്രണ്ടിന് അങ്ങനെ അറിയായിരുന്നു. നമ്മൾ കുറേ സാധനം വാങ്ങിച്ച സമയത്ത് ചോദിച്ചപ്പോൾ അങ്ങനെ തന്നതാണ്. പോകുന്ന സമയത്ത് ചോദിച്ചു നോക്കുക, ക്വാളിറ്റി ഉള്ള ബക്കറ്റ്സ് ആണ്. അപ്പോൾ ഉണ്ടെങ്കിൽ അവർ തരുമായിരിക്കും. പിന്നെ ഈ വലിയ ബക്കറ്റ് നമ്മൾ വോൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ കിച്ചൺ ഷെൽഫ് ലൈനേഴ്സ് മടക്കി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ വെയിറ്റ് ഉള്ള സാധനങ്ങൾ നമ്മൾ ഫ്ലോറിൽ വെച്ച് വലിച്ചാലും നമ്മുടെ ഫ്ലോർ അഴുക്കാവില്ലല്ലോ.
അപ്പോൾ നമ്മളങ്ങനെ അവിടെ എല്ലാം അടിച്ചു വാരി, മെയിനായിട്ടും നമ്മുടെ ഉള്ളിത്തൊലിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ വാണി അങ്ങ് നിലത്തിരുന്നുള്ള ക്ലീൻ ആക്കലാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വാണിക്ക് ഇഷ്ടമാണെങ്കിലും പിള്ളേർ വരുന്ന സമയത്ത് നമ്മൾ ഓടിച്ചു വിടാതിരിക്കുക, അവർ ചെയ്തോട്ടെ. പിന്നെ അവരുടെ ആ ഒരു മൂഡാണല്ലോ, അവർക്ക് തോന്നുന്ന സമയത്ത് അവർ ചെയ്യും. അതേപോലെ തന്നെ ചിലപ്പം ഇട്ടിട്ട് പോവുകയും ചെയ്യും. കുറച്ച് നേരം ആയപ്പോഴത്തേക്കും ടയേർഡായി എന്ന് പറഞ്ഞിട്ട് ഇന്ന് എൻ്റെ രാജിക്കത്തെന്ന് പറഞ്ഞ ആ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. രാത്രി സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം കൂടെ തീർക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മളെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് അടിച്ചു വാരി എടുത്തു. തുടക്കൽ പരിപാടികളൊന്നും ചെയ്തില്ല. വൈകുന്നേരം കിട്ടുന്ന ഒരു 15-20 മിനിറ്റോ അല്ലെങ്കിൽ വീക്കെൻഡിൽ ഒരു അരമണിക്കൂറൊക്കെ കിട്ടുന്നുണ്ടെങ്കിലോ പല ദിവസങ്ങളായിട്ടായാലും നമുക്ക് പതുക്കെ പാൻട്രി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് എല്ലാം ഇവിടെ നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് കിട്ടിയ വേസ്റ്റ് അല്ല, ഉണ്ടായിരുന്ന വേസ്റ്റിന്റെ കൂടെ നിറച്ചു വെച്ചതാണ്. അപ്പം നമ്മുടെ പാൻട്രിയുടെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് നമ്മുടെ കിച്ചൺ ടവൽസ്, കിച്ചൺ കൗണ്ടർ ക്ലീൻ ചെയ്യുന്ന ക്ലോത്ത്സ്, അതുപോലെ നമ്മുടെ സ്ക്രബും കാര്യങ്ങളും ഒക്കെ 3 ബാസ്ക്കറ്റിലായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കുറച്ച് എക്സ്ട്രാ ഉള്ള ടേബിൾ മാറ്റും ടേബിൾ ക്ലോത്തും ഒക്കെയാണ്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ തട്ടിൽ നമുക്ക് എപ്പോഴും എടുക്കേണ്ടാത്ത സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ഫ്ലാസ്ക്, ഐസ് ട്രേ, അതുപോലെ വൈറ്റമിൻ സിയുടെ പൗഡർ, ബേക്കിംഗ് സോഡ, ഇത് നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എല്ലാം, എസൻസും ബേക്കിംഗ് പൗഡറും ഒക്കെ കൂടെ ഒരു പാത്രത്തിലാക്കി വെച്ചു. ഇത് നമ്മുടെ ഡ്രൈ കോക്കനട്ട് പീരയാണ്. പിന്നെ ആ ഒരു മൂലയ്ക്കാണ് നമ്മുടെ പുട്ടുകുറ്റി, ചിരട്ടപ്പുട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മിക്സിക്കൊക്കെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് വരുമല്ലോ അത്, അതുപോലെ ചിക്കൻ കട്ട് ചെയ്യാൻ മാത്രം വിനീത് യൂസ് ചെയ്യുന്ന ഒരു നൈഫ്, പിന്നെ നമ്മുടെ കുറച്ച് മെഷീൻ ഐറ്റംസ്, അതായത് വേപ്പറൈസർ, പ്രഷർ മോണിറ്റർ, അങ്ങനത്തെ സാധനങ്ങൾ. രണ്ടാമത്തെ തട്ടിൽ നമ്മുടെ ഒരു ജ്യൂസർ വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ ടിഫിൻ ബോക്സസ് എല്ലാം ഒരു മൂലയ്ക്കാണ് വെച്ചിട്ടുള്ളത്. കുക്കീസ് എന്ന് എഴുതിയിട്ടുള്ള 2 ഗ്ലാസ് ബോട്ടിൽസിനകത്താണ് നമ്മുടെ 2 ടൈപ്പ് പുളിയും ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ അതാ ഈ കറുത്ത അടപ്പുള്ള കുപ്പികളുണ്ടല്ലോ, അതാണ് നമ്മുടെ കാഷ്യൂനട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ മുമ്പ് കോസ്കോയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം ലേബൽസ് ഉണ്ട്. ലേബൽസ് പുറത്തോട്ട് കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. പിന്നെ അത് മാറ്റാൻ എനിക്ക് നല്ല മടിയുമായതുകൊണ്ട് അത് കാണാത്ത രീതിയിൽ ഞാനൊന്ന് ചരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ നട്ട്സ് എല്ലാം ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ലേസി സൂസൻ എന്ന് പറഞ്ഞ് കറക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിന് പകരം ഞാൻ ബ്രൗണീസ് വാങ്ങിച്ച പാത്രത്തിന്റെ അടപ്പെടുത്തിട്ടാണ് ഇതാ എൻ്റെ ലേസി സൂസൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്കി യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇതെല്ലാം ജാം ബോട്ടിൽസ് ആണ്. അതിനകത്താണ് നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒന്നും ലേബൽസ് ഒന്നും ഇളക്കിയിട്ടില്ല. എനിക്ക് നല്ല മടിയാണ് അതൊക്കെ ഇളക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ഐറ്റം, ഈ ഒരു കോർണറാണ് നമ്മുടെ സ്നാക്ക് ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ളത്. ബിസ്ക്കറ്റ് ആയാലും മിക്സ്ചർ ആയാലും ഒക്കെ വാങ്ങിക്കുന്നതൊക്കെ അവിടെയാണ്. പിന്നെ നമ്മുടെ സീരിയൽസ് വാങ്ങിക്കുന്ന ഇപ്പോൾ കുറവാണ്, അതുകൊണ്ടാണ് ഒരു കുപ്പി ഒഴിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഐക്യെന്ന് വാങ്ങിച്ച ബോട്ടിൽസ് ആണ്. അപ്പോൾ അതിനകത്താണ് സീരിയൽസ് ഒക്കെ വാങ്ങിക്കുമ്പം ഇട്ട് വെക്കാറ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മില്ലറ്റ്സ്, പയറുവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബോട്ടിൽസ് എല്ലാം തന്നെ നമ്മുടെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങിക്കുന്ന ബോട്ടിൽസ് തന്നെയാണ്. ഇതൊരു ചിക്കൻ ന്യൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. നമുക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് നമുക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ പെട്ടെന്നൊരു സൂപ്പായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പമുള്ള നല്ല ഒരു സാധനമാണ്. നമുക്ക് നല്ലൊരു കംഫേർട്ട് ഫീല് തോന്നുന്ന ഒരു ഫുഡാണ്. അപ്പോൾ ദാ ഈ ഒരു ബാസ്ക്കറ്റ് കണ്ടോ, ബ്ലൂ അടപ്പുള്ളത്, അത് നമ്മുടെ പപ്പടം ഇട്ട് വെക്കുന്ന ഒരെണ്ണമാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ കുറച്ച് അലുക്കുലത്ത സാധനങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ പായസം സാധനങ്ങളെല്ലാം ഒരു ബാസ്ക്കറ്റിൽ. പിന്നെ ദാ ആ ഒരു മൂലയ്ക്കാണ് നമ്മുടെ പാസ്ത, അതുപോലെ മാക്ക് ആൻഡ് ചീസ്, അങ്ങനത്തെ സാധനങ്ങൾ, ന്യൂഡിൽസ് ഒക്കെ പിള്ളേർക്ക് ലഞ്ചിന് അത്യാവശ്യം പെട്ടെന്ന് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്താണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പൊട്ടിക്കാത്ത പാക്കറ്റ്സ് എല്ലാം ഇട്ട് വെച്ചിട്ടുള്ളത്. അരിപ്പൊടി, പുട്ടുപൊടി, റവ, അതുപോലെ തേങ്ങ പാൽപ്പൊടിയുടെ ഒരു പാക്കറ്റ് ഉണ്ട്. അങ്ങനെ പൊട്ടിക്കാത്ത ഐറ്റംസ് എല്ലാം ഈ ഒരു ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്താണ് നമ്മുടെ കുറച്ച് മസാല ഐറ്റംസ്, അതായത് സാമ്പാർ പൊടി, ഗരം മസാല, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പൊട്ടിച്ച ഐറ്റംസ് ആണ്. അതിന്റെ പാക്കറ്റ്സ് എല്ലാം തന്നെ നമ്മളൊരു ഒതുക്കി മടക്കി വെച്ച് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ വെച്ചിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ബാസ്ക്കറ്റിനകത്തും അത് ഒതുങ്ങിയിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതും അതുപോലെ കുറച്ച് പൊട്ടിച്ച ഐറ്റംസ് ആണ്, മുതിര, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ പൊട്ടിച്ച ഐറ്റംസ് ആയിരിക്കും മിക്കവാറും കൂടുതലുള്ള. അപ്പോൾ അതിന് 2 ബാസ്ക്കറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലിരിക്കുന്നതൊക്കെ ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡറൊക്കെ കുപ്പി നിറച്ചതിൻ്റെ ബാക്കിയാണ്. പിന്നെ ഇതും എൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ളൊരു സാധനങ്ങൾ എന്നൊക്കെ പറയാം. നമ്മുടെ ചെറി അതൊക്കെ ഉണ്ടല്ലോ, ഞാൻ കേക്കിൻ്റെയൊക്കെ റെസിപ്പി നേരത്തെ ഷെയർ ചെയ്തിട്ടില്ലേ, അതിന് യൂസ് ചെയ്യുന്ന ചെറിയും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ നമ്മുടെ തേങ്ങാ പാൽപ്പൊടി, പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയണ്ടേ, ബ്രെഡ് ക്രംസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു മൂലയ്ക്കാണ് എൻ്റെ തേയില ഐറ്റംസ്, ഗ്രീൻ ടീ ആയാലും നമ്മുടെ സാധാരണ തേയിലയുടെ ആയാലും ഒക്കെ. ഈ ഒരു ബാക്കിലിരിക്കുന്ന ബ്ലൂ ബാഗിനകത്ത് മുഴുവനും വാളൻപുളിയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതുപോലെ നമ്മുടെ സിപ്ലോക്ക് പല സൈസിലുള്ളതും ഈ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ബാഗായിട്ട് നമുക്ക് കോസ്കോയിൽ നിന്ന് പല സൈസ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഈ അടപ്പുള്ള പാത്രത്തിനകത്ത്, അത് ബാസ്ക്കറ്റ് അല്ല, അപ്പം അതിന് ഇങ്ങനെ വിടവുകളും കാര്യങ്ങളും ഒന്നുമില്ല. അതിനകത്താണ് നമ്മുടെ പുട്ടുപൊടി, പൊടി ഐറ്റംസ് ഒക്കെ ഞാൻ തുറന്നു കഴിഞ്ഞാൽ വെക്കുന്നത് അതിനകത്താണ്. അതുപോലെ നമ്മുടെ സോയ
സോയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അത് പുറത്തുനിന്ന് കാണുകയും ചെയ്യാം. നമുക്കതിനകത്ത് താഴെയൊന്നും പൊടി ഐറ്റംസ് ഒന്നും വീഴാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നമ്മുടെ പാൻ കേക്ക് മിക്സ് ആണ്. വളരെ റെയറായിട്ടാണ് ഉണ്ടാക്കാറ്. ഈ ഒരു കലത്തിനകത്ത് നമ്മുടെ ബസ്മതി റൈസാണ്, താഴെയുള്ള കലത്തിനകത്ത് നമ്മുടെ റെഗുലർ അരിയാണ്. അപ്പം ഇപ്പം പുതിയ പാക്കറ്റ് നിറച്ച സമയത്ത് കുറച്ച് പഴയത് മിച്ചം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ അളക്കുന്ന പാത്രത്തിനകത്തോട്ട് തന്നെ ഇട്ട് വെച്ചു. അപ്പം നെക്സ്റ്റ് ടൈം എടുക്കുമ്പോൾ അത് എടുത്തിട്ട് പിന്നെ പുതിയത് എടുക്കാമല്ലോ. ഇത് നമ്മുടെ ബാഗോട് കൂടി നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ട് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗാണ്, പ്ലാസ്റ്റിക് ബക്കറ്റാണ്. ഈ ഒരു മൂലയ്ക്ക് നമ്മൾ ഇരുട്ടത്ത് വെച്ചാൽ പൊട്ടറ്റോ കിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബാസ്ക്കറ്റൊക്കെ എടുത്ത് അതിനകത്താണ് ഇപ്പോൾ പൊട്ടറ്റോ ഇട്ട് വെക്കുന്നത്. എന്നിട്ടും എൻ്റെ പൊട്ടറ്റോ കിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് പഞ്ചസാരയും ഒരെണ്ണത്തിനകത്ത് നമ്മുടെ പച്ചരിയുമാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ഒരു മാർബിളിൻ്റെ പീസാണ്, നല്ല വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിലത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഓരോ ടൈം എടുക്കുന്ന സമയത്തും അതിനെ കഴുകിയിട്ട് യൂസ് ചെയ്യും. ഇത് ഷെൽഫിലിരുന്നാൽ നമ്മൾ വിവരം അറിയും, അത്രയും നല്ല വെയിറ്റ് ഉള്ളൊരു പീസാണ്. പിന്നെ ആ ഒരു മൂലയ്ക്ക് കുറച്ച് വിനീഗറും പിന്നെ അതുപോലെ നമ്മുടെ ലൈസോൾ വൈപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതാണ് ഒരു സെക്ഷൻ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷനിലാണ് നമ്മുടെ മെഷീൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഒരു ബാസ്ക്കറ്റിനകത്ത് നമ്മുടെ എയർ ഫ്രയറിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഷീൻ്റെ അലുക്കുലുത്ത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടൊരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എയർ ഫ്രയർ, അതുപോലെ നമ്മുടെ ഫുഡ് ചോപ്പറിൻ്റെയൊക്കെ മെഷീനും കാര്യങ്ങളും, പിന്നെ നമ്മുടെ മിക്സി, ചോപ്പർ, അതുപോലെ പിള്ളേരുടെ ലഞ്ച് ബാഗും ഈ ഒരു സൈഡിലാണ്. പിന്നെ ഈ ഒരു തട്ടിലാണ് നമ്മുടെ എണ്ണ ഐറ്റംസ് എല്ലാം, ഒലിവ് ഓയിൽ, കനോല ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യം വേണ്ടൊരു സാധനമാണ്. കൈ മുറിയുമ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മരുന്നാണിത്. ഇത് അമ്മ നാട്ടിൽ യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴും നാട്ടിൽ നിന്ന് ആരെങ്കിലും അമ്മയൊക്കെ വരുന്ന സമയത്തും ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഓയിൻമെൻ്റ് ആണ്. നല്ല പെട്ടെന്ന് കരിയുന്ന ഒരു ഓയിൻമെൻ്റ് ആണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ്. അപ്പം ആർക്കെങ്കിലും യൂസ്ഫുൾ ആകും ഇത്. ഞാൻ ഈവൻ എൻ്റെ കൊളീങ്ങിന് കൊണ്ട് കൊടുത്തിട്ട് പോലും പെട്ടെന്ന് തന്നെ മുറിവ് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ കടലമാവാണ്. പിന്നെ താഴെ ഒരു ഗ്രില്ലുണ്ട്. അതിനെ അങ്ങനെ വെളിച്ചം കാണിക്കാറില്ല, വളരെ വളരെ റെയറായിട്ട് മാത്രം യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഒരു കേക്കിൻ്റെ പാത്രമാണ് കേട്ടോ. കേക്ക് ഇങ്ങനെ മൂടി വരുന്ന ഒരു പ്ലാസ്റ്റിക് പാത്രം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്താണ് നമ്മുടെ പൊടി ഐറ്റംസ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കായം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പച്ച ബാഗിനകത്താണ് നമ്മൾ ബാക്കി ബാഗുകളെല്ലാം വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ ഇട്ട് വെക്കുന്ന ഐക്യയിൽ നിന്ന് വാങ്ങിച്ച ഒരു ഓർഗനൈസറാണ്. പിന്നെ നമുക്കൊരു 2 കുഞ്ഞു ഫിഷ് ഉണ്ട്. അപ്പോൾ അവരുടെ ക്ലീനിങ് സപ്ലൈസും കാര്യങ്ങളും ഒക്കെ ആ ഒരു മൂലയ്ക്കുണ്ട്. പിന്നെ നമ്മുടെ കൈമ അരി 2 പാക്കറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ടിരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ബാസ്ക്കറ്റിനകത്ത്. ഈ ബാസ്ക്കറ്റ് നമ്മുടെ ഡോളറാമയിൽ നിന്ന് വാങ്ങിച്ച ഒരു ബേസിനാണ്, അതിനകത്താണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ അരി ഐറ്റംസ് എല്ലാം ഓരോ പാക്കറ്റ് എക്സ്ട്രാ വാങ്ങിച്ചത് ഇതാ ബാക്കിലുണ്ട്. അരിയൊക്കെ ഫുള്ളി തീർന്നു പോകുന്നതിന് മുന്നേ നമ്മളൊരു എക്സ്ട്രാ ബാഗും കൂടി വാങ്ങിച്ചു വെക്കുമല്ലോ. പിന്നെ നമ്മുടെ പാൻട്രിക്കകത്തുള്ള ഈ ഒരു ചെറിയ അറയുടെ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് നമ്മുടെ പേപ്പർ പ്ലേറ്റ്സ്, പേപ്പർ ഗ്ലാസ്സുകൾ, ക്ലീനിങ് സപ്ലൈസ്, ഗാർബേജ് ബാഗ്, അതുപോലെ നമ്മുടെ എന്താ പറയേണ്ട തുണി ഐറ്റംസ്, ക്ലീനിങ് തുണികളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളത്. നമ്മുടെ കിച്ചണിലെ കൈ തുടയ്ക്കുന്ന തുണിയൊക്കെ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് ഇട്ട് ഞാൻ കഴുകും. പക്ഷെ അല്ലാതെ നമ്മുടെ കൗണ്ടർ തുടയ്ക്കുന്ന തുണികളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഇതുപോലത്തെ ഒരു ഹാങ്ങർ, നമ്മുടെ പിള്ളേരുടെ തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാങ്ങർ ആണല്ലോ, ഇതിനകത്താണ് ഞാൻ കൊണ്ട് ഹാങ് ചെയ്തിടാറ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നനവുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടുകയും ചെയ്യും. നമുക്കൊരു നല്ല യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യണ്ട. പിന്നെ ഈ ഒരു കോർണറിലാണ് നമ്മുടെ ഉള്ളി സാധനങ്ങളൊക്കെ വെക്കുന്ന ബാസ്ക്കറ്റ്. പിന്നെ നമ്മുടെ തൂക്കിൽ തുടക്കൽ ഐറ്റംസ് എല്ലാം ഈ ഒരു മൂലയ്ക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മുടെ പാൻട്രി ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലോട്ട് വാങ്ങിക്കുന്ന പല ഐറ്റംസും വരുന്ന ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ബോട്ടിൽസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അതല്ലാണ്ട് അത് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വെറുതെ പോയി വേറെ ഗ്ലാസ് ബോട്ടിൽസ് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാൻ കാണിച്ച ഹാങ്ങർ ആണെങ്കിൽ നമുക്ക് തുണി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതല്ലേ, അപ്പം നമുക്കത് കളയാനേ പറ്റുള്ളൂ. അപ്പം നമ്മൾ അതിനെ ഓരോ സാധനവും എങ്ങനെ നമുക്ക് മാക്സിമം റീയൂസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. എൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാൻസി ലുക്കല്ല, നമുക്ക് ഏറ്റവും കാര്യങ്ങൾ വേസ്റ്റ് ആക്കാതെ ഈസി ആക്സസിബിൾ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്തായാലും ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയപ്പോൾ ഒരു കാർഡ് വെട്ടിത്തെളിച്ച ഒരു ഫീൽ ഉണ്ട്. അപ്പം നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പുതിയ പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.